ഹായ് ഫ്രണ്ട്സ്, മത്തങ്ങ വെച്ച് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, പായസം ഉണ്ടാക്കാറുണ്ട്, സാമ്പാർ ഇടാറുണ്ട്, അല്ലെ കറിയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു വ്യത്യസ്ത ഒരു ടേസ്റ്റാണ്. നമ്മൾ മത്തങ്ങ വെച്ച് പുളിങ്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് പല പേരുണ്ട് കേട്ടോ. അമ്പലപ്പുളിങ്കറി, ഊട്ടുപുളിങ്കറി എന്നൊക്കെ പല പല പേരുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലുണ്ടായ മത്തങ്ങ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കണേ കേട്ടോ. ഒരു മത്തങ്ങ, ഒരു മീഡിയം സൈസ് മത്തങ്ങയുണ്ട്, അത് ജസ്റ്റ് പഴുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ അത് എല്ലാം എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അത് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി വാളംപുളിയുടെ വെള്ളമാണ് കേട്ടോ ഇത്, അത് ഇട്ട് കൊടുക്കണം. കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലിട്ട്, നാരങ്ങ വലുപ്പമൊന്നും വേണ്ട, കുറച്ച്. പിന്നെ അതേ പച്ചമുളക്, ഉപ്പ് ചേർത്ത് അത് കുക്കറിൽ വേവിക്കുക. ഇതിലേക്ക് ഉഴുന്ന്, പരിപ്പ്, ഉലുവ, കായം, മല്ലി, അരി, പിന്നെ വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ച ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഇത് നമ്മൾ നേരത്തെ മത്തങ്ങ വേവിക്കാൻ വെച്ചില്ലേ, മഞ്ഞളിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ഞാനത് മറന്നുപോയി, അപ്പോൾ ഞാൻ ഇതിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ മസാലയും മത്തങ്ങയും കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് ചെറുജീരകം ഇട്ട് കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇനി കടുകും കൂടി താളിച്ചിട്ടാൽ മതി.